വേദ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം വിക്രം വന്നിട്ട് നേരെ റൂമിലോട്ട് കയറി പോകുമ്പോൾ വേദ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ നേരം കാത്തിരുന്നിട്ട് വിക്രമിനെ കാണാതിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് വേദ റൂമിലോട്ട് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇതെന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? ഒന്ന് വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കൈയുമായിട്ട് വിക്രമിനെ ദേഹത്തുനിന്ന് വിളിക്കാനായിട്ട് തട്ടി വിളിക്കാൻ വേണ്ടിയിട്ട് പോവേ. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പം രാത്രിയിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വഴക്കടിക്കും എന്ന് പറഞ്ഞിട്ട് വേദ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ വിക്രം ഒന്ന് പുതയ്ക്കാതൊക്കെയാണ് കിടക്കുന്നത്. എന്നിട്ട് പുതപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതിനുശേഷം നമ്മുടെ നന്ദിനിയേടത്തിയാണ് കാണിക്കുന്നത്. ശ്രീജേടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുവാ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്നലെ വെളിയിൽ പോയില്ലേ, ആ സമയത്ത് അച്ഛനും അമ്മയും വേദയൊക്കെ ആയിട്ട് എന്തോ ചില കശപിശയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണേ. അച്ഛനോട് അവൾ എന്തോ പറയുകയോ അതുപോലെ തന്നെ അച്ഛൻ അവളെ എന്തോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? അച്ഛൻ പറഞ്ഞോ? ദേ ശ്രീജേടത്തി വെറുതെ കളിയാക്കല്ലോ കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞോ? ഈ ശ്രീജേടത്തി. പിന്നെന്താ വേദ പറഞ്ഞോ? വെറുതെ എന്നെ കളിയാക്കരുത് കേട്ടോ. പിന്നെ നീ എങ്ങനെയാ കേട്ടേന്ന് പറ. അതൊക്കെ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജേടത്തി ചിരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും കൂടെ വെളിയിൽ പോയപ്പോഴത്തേക്കിനും ശ്രീജേടത്തി എന്നെ പറഞ്ഞ് വിട്ടില്ലേ, തുണി മേടിക്കാനായിട്ട് പോവുകയും ചെയ്തല്ലോ. അപ്പോൾ ഞാൻ വീട് ചെന്നപ്പോഴത്തേക്കും ഫ്രണ്ട് വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ എന്നാൽ ബാക്ക് വശത്തൂടെ പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുക്കള വശത്ത് അടക്കി എന്താ രണ്ട് കുശുകുശുപ്പ് സംസാരങ്ങൾ കേട്ടു. ഞാൻ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അമ്മയും വേദയാണ്. അപ്പോൾ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് മോൾക്ക് ഇഷ്ടപ്പെട്ടു, മോൾക്ക് സങ്കടമായോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൂടാതെ മാഷിനോട് ഇതുവരെ ആരും അങ്ങനെയൊന്നും എതിർത്ത് സംസാരിക്കത്തുമില്ല. അപ്പോൾ വേദ പറയുന്നുണ്ടായിരുന്നു, ഞാനങ്ങനെ അച്ഛനെ എതിർത്ത് സംസാരിച്ചൊന്നും അല്ലല്ലോ, അവർ തമ്മിലുള്ള പിരിയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞതല്ലേ എന്നൊക്കെ പറയുവേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ്, ഒരുപാട് നല്ല രീതിയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചതുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിക്രം ഇങ്ങനെ എതിർത്തെടുത്തൊക്കെ മാഷിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് അവനും അതെല്ലാം വിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു സ്ലേറ്റിൽ എഴുതിയ പോലെ ആവണം. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മായ്ച്ച് കളയാൻ പറ്റണം. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ മാത്രമേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ മാഷ് പറയാറുണ്ട്. വിഷമിപ്പിക്കുന്നതോ പിന്നീട് ഓർത്താൽ ദുഃഖിക്കുന്നതോ ആയ കാര്യങ്ങളൊന്നും സ്ലേറ്റിൽ എഴുതി വെക്കാൻ പാടില്ലെന്ന്. പക്ഷേ നമ്മുടെ മാഷിൻ്റെ ജീവിതത്തിൽ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം മോള് വിക്രത്തിനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രയത്നിക്കുന്നതെന്ന്. ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ വേട്ട ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ അച്ഛനെ വേദനിപ്പിച്ചോ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏയ് അങ്ങനെയൊന്നുമില്ല. വിക്രത്തിനെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് മോള് ശ്രമിക്കുന്നതിൽ മാഷിന് സന്തോഷമേ ഉള്ളൂ. മകൻ നന്നാവാൻ ആഗ്രഹിക്കാത്ത അച്ഛനമ്മമാരുണ്ടാവുമോ? ആ അച്ഛൻ പോയിരിക്കുന്നത് ഇന്ന് അവൻ മേടിച്ചു കൊടുത്ത ഷർട്ട് ഇട്ടിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാകുവാണേ. അതെയോ? ആ സന്തോഷമായേ. അന്നേരത്തേക്കിനും പിന്നെ അമ്മ പറയുന്നുണ്ട്, അവനെ നന്നാക്കാൻ